നമസ്തേ. നമ്മുടെ ചലഞ്ചിൻ്റെ ഡേ 7ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ഡയറക്റ്റായിട്ട് നമുക്ക് സെഷനിലേക്ക് കിടക്കാം കേട്ടോ. എല്ലാവരും റെഡി ആയിരിക്കുമല്ലോ? നിവർന്നിരുന്നോളൂ. ഒന്ന് കണ്ണുകൾ അടച്ചു വെക്കാം. ഒന്ന് റിലാക്സ് ചെയ്തേ. ശ്വാസത്തിലേക്ക് ശ്രദ്ധ വെക്കുക. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ലൂസായിരിക്കട്ടെ. മുഴുവൻ ശരീരവും അയഞ്ഞിരിക്കുന്നു. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് സാവധാനം പുറത്തു വിടൂ. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കാം. സാവധാനം പുറത്തേക്ക് പോട്ടെ. ചുറ്റുപാടിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ വെക്കാം. എന്നിട്ട് നമുക്ക് പതുക്കെ കൈകളൊന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെച്ചു കൊടുക്കാം. സാവധാനം കണ്ണു തുറക്കാം. നമസ്തേ. നമുക്ക് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നിവർന്നിരുന്നോളൂ. ശരിക്കും ഇൻഹേൽ എക്സേൽ ചെയ്തിട്ട് നെക്ക് ബാക്കിലേക്കും മുന്നിലേക്കും സ്ട്രെച്ച് ചെയ്യാം. 1 2 3 4 5 6 7 8. രണ്ട് വശങ്ങളിലേക്ക് ചെയ്ത് ഇനി 1 2 3 4 5 6 7 8 9 10. നിവർത്തി കൊണ്ടുവരിക. കൈകൾ നീട്ടി നിവർത്തി പിടിച്ചിട്ട് കൈകൾ ശരിക്കൊന്ന് പിരിച്ചു കൊടുത്തേ. 1 2 3 4 5 6 7 8. നേരെ കൈ മടക്കി നിവർത്തിയേ. 1 2 3 4 5 6 7 8 9 10. എന്നിട്ട് ഈ കൈകൾ ഇങ്ങനെ തന്നെ പിടിക്കുക. സ്ട്രെച്ച് ചെയ്യൂ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കൈകൾ താഴെ വെച്ചോളൂ. റിലാക്സ്. എന്നിട്ട് നമ്മുടെ കൈ നീട്ടി പിടിച്ചിട്ട് കൈപ്പത്തി സ്ട്രെച്ച് ചെയ്തേ. 1 2 3 4 5 6. പുറത്തേക്ക് അതേപോലെ 1 2 3 4 5 6. ഉള്ളിലേക്ക് ചെയ്യാം. 1 2 3 4 5 6. വിരലുകൾ വിടർത്തി പിടിക്കുക. ശരിക്ക് കൈ ചുരുട്ടി നിവർത്തി എക്സേൽ. ഓരോ തവണയും 1 2 3 4 5 6 7 8 9 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21 22 23 24 25 26 27 28 29 10. 11 12 13 14 15 16 17 18 19 20. 21
പതുക്കെ കൈ താഴെ വെച്ചു. റിലാക്സ്. ഇനി വലത് കൈ ഇടത് കാൽമുട്ടിന് വില വെച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞ് ശരിക്കും കൈ കുത്തിയിട്ട് തിരിയട്ടെ. ശരിക്കും മാക്സിമം പെർഫെക്റ്റ് ആയിട്ട്. പതുക്കെ നിവർന്ന് വരാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. നിവർന്ന് വരാം. റിലാക്സ്. വലത് കൈ ഉയർത്തിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ടൈറ്റ് പിടിച്ചു, സൈഡിലേക്ക് ബെൻഡ് ചെയ്തു, ശരിക്കൊന്ന് വളഞ്ഞു നിൽക്കുക. നന്നായിട്ട് ബ്രീത്ത് ചെയ്യൂ. പതുക്കെ നിവർന്ന് കൈ താഴെ വെച്ചു. അതേപോലെ അടുത്ത കൈ ഉയർത്തി മുകളിലേക്കൊന്ന് സ്ട്രെച്ച് കൊടുത്തു, ടൈറ്റ്. പതുക്കെ താഴേക്ക്. നിവർന്ന് വരാം. റിലീസ് ചെയ്തു. റിലാക്സ്. ഇനി നമ്മൾ താടാസനം ചെയ്യുന്ന പോലെ കൈകൾ ലോക്ക് ചെയ്തിട്ട് നേരെ ടോപ്പിലേക്ക്, നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ 5 വിരലുകളും ലോക്കായിരിക്കണം. മുകളിലേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ടൈറ്റ് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ദീർഘശ്വാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്യൂ. ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് പതുക്കെ കൈകൾ റിലീസ് ചെയ്തു. റിലാക്സ്. താഴെ വച്ചിരിക്കാം. ഇനി നമ്മുടെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ അപ്പർ ബോഡി ഒന്ന് താഴേക്ക് ബെൻഡ് ചെയ്യുക. ഇവിടുന്ന് ശ്വാസം എടുത്തുകൊണ്ട് വലത് വശത്തുകൂടെ സ്റ്റാർട്ട് ചെയ്തു. ബ്രീത്ത് ഔട്ട്, ലെഫ്റ്റിലൂടെ ആ റൗണ്ട് കംപ്ലീറ്റ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in, breathe out. Breathe in, breathe out. Breathe in, breathe out. അതേപോലെ റിവേഴ്സ് ചെയ്യൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കറങ്ങി വരട്ടെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നിവർന്ന് വരാം. റിലാക്സ്. പതുക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് നേരെ മുട്ട് കുത്തി നിൽക്കാം. ഒരേ അളവിൽ നമ്മൾ മുൻപുള്ള 1-2 ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് കുറച്ച് ആക്ടിവിറ്റീസിലേക്ക് മാറണം. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ എങ്ങനെയോ ആവട്ടെ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഓരോന്നും ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. നിലവിൽ എല്ലാ ഭാഗങ്ങളും ഒന്ന് ഇളക്കി, അല്ലേ, ഒരു ചെറിയൊരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു കുറച്ചൊന്ന് ഫ്ലെക്സിബിളായി ലൂസായി ആസനാസൊക്കെ ചെയ്ത് ആ രീതിയിൽ നമുക്ക് പോകാം. എല്ലാ ഭാഗത്തിനും പ്രാധാന്യം കൊടുത്തുള്ള ഒരു രീതി. 21 ഡേയ്സ് കൊണ്ട് നമുക്ക് അത്രയും കാര്യങ്ങൾ കവർ ചെയ്യാം. കറക്റ്റ് അളവിൽ കൈകുത്തി നിന്നോളൂ.
എന്നിട്ട് ശരിക്കും ഇൻഹേൽ ചെയ്തുകൊണ്ട് ക്യാറ്റ് ആൻഡ് കൗ പോസ് ചെയ്തേ. അപ്പോൾ ക്യാറ്റ് ആൻഡ് കൗ പോസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു വരാറുണ്ട്. നമുക്ക് ഇതിന് കുറച്ചുകൂടി ഒരു ജീവൻ കൊടുത്തുകൊണ്ട് ചെയ്യും. അതായത് നമ്മൾ കറക്റ്റ് അളവിൽ കൈ വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ ബ്രീത്ത് കൊടുക്കുന്നു. ആ ബ്രീത്ത് മാക്സിമം ലെങ്ത്തിൽ ശ്വാസത്തിന് ശ്രദ്ധിച്ച് പതുക്കെ ബ്രീത്തും ശരീരം ഒരുമിച്ച് മൂവ് ചെയ്യുന്നത് പോലെ നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്പൈനിലേക്കാവട്ടെ. എന്നിട്ട് ആദ്യം ഇൻഹേൽ ചെയ്തുകൊണ്ട് പതുക്കെ തല ഉയർത്തി മുകളിലേക്ക് നോട്ടം. അത്രയും ലെങ്ത് ഉണ്ട് ആ ബ്രീത്തിന്. എക്സേൽ ചെയ്തുകൊണ്ട് തല ഉള്ളിലേക്ക് മടക്കുന്നു, നട്ടല് മുകളിലേക്ക് വളച്ച് സ്ട്രെച്ച് ചെയ്യുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് breath in, breath out, breath in, breath out, breath in, breath out. നേരെ കാലുകൾ ചേർത്ത് വെച്ച് കാലിലേക്ക് ഇരിക്കുക. നമ്മൾ ഇരുന്നിട്ട് ഒരു ശ്വാസം വിട്ടിട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ഓർമ്മയുണ്ടോ, ചൈൽഡ് പോസ്, മുൻപിലേക്കൊന്ന് ബെൻഡ് ചെയ്യുക. അപ്പം ഈ കാലിന് എഴുന്നേക്കരുത്, കാലിലിരുന്നിട്ട് നമ്മൾ മുൻപിലേക്ക് ബെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റി നിലത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെ പറ്റാത്തവർ ഒരു യോഗ ബ്ലോക്ക് വെക്കുക. നമ്മൾ ഫസ്റ്റ് ഡേയിൽ ബ്ലോക്ക് വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലാത്തവരൊരു പില്ലോ മടക്കി വെക്കുക, അതിന് മേലെ തല വെക്കുക. അങ്ങനെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ സാധാരണ ശ്വാസത്തിൽ വളരെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങളുടെ നെറ്റിയുടെ നടുവിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വെറുതെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് നിവർന്ന് വന്നു, റിലാക്സ്. നമ്മൾ നിവർന്ന് വരികയാണ്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റി രീതിയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് കൈക്കോ കാലിനോ ഒക്കെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അത് മെയിൻറ്റെയിൻ ചെയ്തോളൂ. പറ്റുന്ന പോലെ അങ്ങനെ ചെയ്യുക. എന്തായാലും കുറച്ചൊന്ന് വയ്യാതാകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് എഫേർട്ട് എടുത്ത് നമുക്ക് പതുക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കൈ മുന്നിലേക്ക് പതിച്ച് വെക്കുക. നമ്മുടെ ചെസ്റ്റ് ബാക്ക് മസിൽസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കണം. അപ്പോൾ ശരിക്കും പതുക്കെ നമ്മൾ സ്പൈൻ പതുക്കെ ബെൻഡ് ചെയ്ത് നമ്മൾ കോബ്ര പോസിലേക്ക് അല്ലേ ഒന്ന് വളഞ്ഞു വന്നു. നമ്മളെ തൈസിൻ്റെ ഭാഗം നിലത്ത് വെച്ച് നോക്കുക പതുക്കെ. എന്നിട്ടൊന്ന് അപ്പർ ബോഡി ഒന്ന് വളച്ച് ചെസ്റ്റൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി പിടിച്ച് ഒന്ന് ഹോൾഡ് ചെയ്യാം. അതിൽ നമ്മളിങ്ങനെ കുറച്ച് തവണ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് കേട്ടോ. മുട്ട് കുത്തിയിട്ട് നേരെ ഒന്ന് മേലേക്ക് പൊന്തട്ടെ. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു, ശരിക്കൊന്ന് വളഞ്ഞ് ബെൻഡ് ചെയ്ത് നിൽക്കുക.
വീണ്ടും മുകളിലേക്ക് ബെൻഡ് ചെയ്യാം. ശരിക്കും സ്ട്രെച്ച് ചെയ്യണേ, ബാക്കിലേക്ക് തള്ളി അമർത്തി കൊടുത്ത്. വീണ്ടും നേരെ താഴേക്ക് വരാം. ഒരു തവണ കൂടി മുകളിലേക്ക് പൊന്തട്ടെ. കറക്റ്റായിട്ട് ശരിക്കും മേലേക്ക് പൊന്തി കാല് ചേർത്ത് സ്ട്രെച്ച് ചെയ്ത് ഹോൾഡ് ചെയ്യാം. പതുക്കെ മുട്ടുകുത്ത, കാലിലേക്ക് ഇരിക്കാം, റിലാക്സ്. ഇനി നമുക്ക് കുറച്ചൊരു സ്ട്രെച്ചിങ് പോലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഈ നമ്മുടെ ഹിപ്പ് ഓപ്പൺ ആയിരിക്കുന്നത് കുറച്ച് ബെനിഫിറ്റ് ആണ് എപ്പോഴും. അതായത് നമ്മുടെ കാലുകൾ, നമ്മളൊരു നിസ്സാരം ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്താൽ പോലും നമ്മുടെ കാലുകൾ കുറച്ച് ടൈറ്റ് ആണെങ്കിൽ ഓവറോൾ ബോഡിക്ക് നമുക്കൊരു റിസ്ക് ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മാത്രം മതി. നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഇനിയുള്ള രീതികൾ, ആസനാസൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാം. ആദ്യം ഒന്ന് കൈ കുത്തി നിന്നേ. കറക്റ്റായിട്ട് കൈ കുത്തിയിട്ട് കാല് പൊന്തിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൽ ഹോൾഡ് ചെയ്യുക. അപ്പോൾ അരക്കെട്ട് താഴേക്ക് തൂക്കി വെക്കരുത്. ചെസ്റ്റിന് താഴെ കൈ വരുന്ന രീതിയിൽ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തോളൂ. 2, 3, മാക്സിമം പോട്ടെ. 4, 5, 6, 7, 8, 9, 10. നേരെ മുട്ടുകുത്തി കാലിലേക്ക് ഇരിക്കാം, റിലാക്സ്. ഇനി നമുക്ക് ഒരു തവണ കൂടി ചെയ്യണം. ഒന്നുകൂടി കൈ കുത്തി നിൽക്കുക. അപ്പ്, പൊന്തട്ടെ, സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന്. 2, 3, 4, 5, 6, 7, 8, 9, 10. പതുക്കെ താഴേക്ക്, റിലാക്സ്. വീണ്ടും ലാസ്റ്റ് വൺ. ഒരു റൗണ്ട് കൂടി ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. കൈ അതേപോലെ വെച്ച് റെഡി, പൊന്തട്ടെ, അപ്പ്, ഹോൾഡ് ചെയ്യാം. ദണ്ഡാസൻ. 2, 3, 4, 5, 6, 7, 8, 9, 10. നേരെ മുട്ടുകുത്തി താഴേക്ക് വന്നു, റിലാക്സ് ചെയ്തു. ഇനി കുറച്ച് ആസനാസ് നമുക്ക് ചെയ്തു പോകണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ നിന്നിട്ട്, ടയർഡായെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് വീണ്ടും ചെയ്യാം. അതേപോലെ ഒന്നുകൂടി കൈ കുത്തി നിന്നോളൂ. നമ്മൾ വലത് കാല് ഒന്ന് കയറ്റി വെച്ചേ മുന്നോട്ട്, മാക്സിമം മുന്നോട്ട് പുറത്തേക്ക് കയറ്റി വെച്ചു. ഇതിലൊന്ന് ഹോൾഡ് ചെയ്ത്, അപ്പോൾ നമ്മുടെ ഹിപ്പ് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളൊന്ന് താഴ്ത്തി പിടിച്ചിട്ട് മുന്നോട്ട് നോക്കി ഹോൾഡ് ചെയ്യാം. 2, 3, 4. ആ കാല് പുറകിലേക്ക്, എന്നിട്ട് അടുത്ത കാല് കയറ്റി വെച്ചു ഹോൾഡ് ചെയ്തേ. 2, 3, 4, 5. ഓക്കെ. ഇനി വീണ്ടും ചേഞ്ച് ചെയ്തേ. 3, അഗെയിൻ 4, 5, 6, അടുത്ത കാല് 7, 8, 9, ലാസ്റ്റ് വൺ, ഒറ്റ ഒന്നുകൂടി, 10. ഓക്കെ, റെസ്റ്റ്. നേരെ കാലിലേക്ക് ഇരിക്കാം. എന്നിട്ട് നമ്മളൊന്ന് കൈകളൊന്ന് ഫ്രീ ആക്കി കൊടുത്തേ. ലൂസ്, റിലാക്സ്, റെസ്റ്റ് കൊടുത്തു. ഇനി കുറച്ച് ആസനാസ്, നമുക്ക് ശലഭാസനത്തിൻ്റെ കുറച്ച് വേരിയൻസ് ചെയ്യാം. പ്രത്യേകിച്ച് നിങ്ങളുടെ ബാക്കിലെ മസിൽസിന് സ്ട്രെങ്ത് വേണ്ട ആളുകൾക്ക്, അതുപോലെ കുറച്ചുകൂടി ആ ഒരു ഭാഗം കുറച്ചുകൂടി ടൈറ്റായി നിൽക്കേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് യൂസ്ഫുൾ ആണ്. അതുപോലെ നമ്മുടെ ഡൈജഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവും കമിഴ്ന്ന് കിടന്നുള്ള ആസനാസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ രീതിയിലും നമ്മുടെ വയറ് എംപ്റ്റി ആയിരിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഒരു ഹാങ് ഓവർ പാടില്ല, അല്ലെങ്കിൽ യൂറിനൊക്കെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് പാടില്ല. ആദ്യം താടി നിലത്ത് വെക്കുക.
കൈകൾ രണ്ടും സാധാരണ പോലെ വശങ്ങളിൽ വെച്ചു, ചേർത്ത് കാലുകൾ വെച്ചു. എന്നിട്ട് പതുക്കെ വലത് കാല് പൊന്തട്ടെ, അല്പം ഒന്ന് ഉയർത്തി ടൈറ്റ് ചെയ്ത് പിടിച്ചു. മാക്സിമം അനങ്ങാതെ ഹോൾഡ് ചെയ്യാം. പതുക്കെ താഴെ വെക്കാം. റിലാക്സ്. അടുത്ത കാല് വരട്ടെ. അപ്പ്, ടൈറ്റ്, ഹോൾഡ്. പതുക്കെ റിലീസ് ചെയ്തു. റിലാക്സ്. ഇനി കൈകൾ രണ്ടും ഒന്ന് ചുരുട്ടിയിട്ട് നമ്മുടെ തുടയുടെ അടിയിലേക്ക് കയറ്റി വെക്കാം. ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കേട്ടോ. എന്നിട്ട് രണ്ട് കാലുകളും ഒന്ന് ഉയർത്തിയേ. എന്നിട്ട് ടൈറ്റ് പിടിച്ച് ഹോൾഡ് ചെയ്തോളൂ. റിലാക്സ്. പതുക്കെ കാലുകൾ താഴെ വെച്ചു. റെസ്റ്റ്. നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാം. കൈകളുടെ മേലെ ഫേസ് വെച്ചിട്ട് റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് രണ്ട് കൈകളും താഴേക്ക് നീട്ടി വെക്കാം. ശരിക്ക്. ശേഷം ഫുൾ ബോഡി ഒന്ന് ഉയരട്ടെ. കൈകൾ ഉയരുന്നു, കാലുകൾ ഉയരുന്നു. മുന്നിലേക്ക് നോക്കി മാക്സിമം പറ്റുന്നത് പോലെ ഒന്ന് ഹോൾഡ് ചെയ്തേ. പതുക്കെ ഡൗൺ ചെയ്യാം. ഡൗൺ. ഒരു തവണ കൂടി നമുക്ക് ചെയ്യണം കേട്ടോ. ഉയരട്ടെ. അപ്പ്, ഡൗൺ. റിലാക്സ്. ഒരു തവണ കൂടി റെസ്റ്റ് എടുത്തേ. ഇനി പതുക്കെ ഒന്ന് ചരിഞ്ഞിട്ട് നമുക്ക് മലർന്ന് കിടക്കാം. ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാം. ഇനി നമ്മൾ രണ്ട് കാലും ചേർത്തിട്ട് നമ്മുടെ രണ്ട് കാലും ഒന്ന് മടക്കിയിട്ട് വയറിലേക്ക് അമർത്തി പിടിച്ചു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നീക്ക് ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ, മുട്ട് തേയ്മാനമൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇങ്ങനെ പിടിക്കുക കേട്ടോ. രണ്ടായാലും നമ്മൾ കാലുകൾ വയറിലേക്ക് ഒന്ന് അമർത്തി വെക്കാം. ഹോൾഡ് ചെയ്തോളൂ. ഇനി പതുക്കെ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട്
തല ഉയർത്തുക. അതേസമയം കഴുത്ത് വേദന അല്ലെങ്കിൽ ഡിസ്ക് ബൾജിങ് ഒക്കെ ഉള്ളവർ ഇത് ചെയ്യുമ്പോൾ തല ഉയർത്തണ്ട കേട്ടോ. മാക്സിമം അടുത്ത് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യാം. ദെൻ പതുക്കെ റിലീസ് ചെയ്യാം. റിലാക്സ്. കൈകളൊക്കെ ഓപ്പൺ ആക്കി വെച്ച് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുക്കാം. അതൊക്കെ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്ന് കൈയുടെ സപ്പോർട്ടോട് കൂടി എഴുന്നേറ്റ് നിവർന്നിരിക്കാം. നമുക്ക് ഇങ്ങനെ ഇരുന്നുകൊണ്ട് നാഡീശുദ്ധി പ്രാണായാമം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ഈ നാഡീശുദ്ധി പ്രാണായാമം ഒട്ടും അറിയാത്തവർ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് മാത്രമായിട്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഈ ഒരു സമയമാകുമ്പോൾ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. ഒരു തവണ കണ്ടാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം, കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ നിങ്ങളുടെ കൈകൾ നാസിക മുദ്രയിൽ ഒന്നുകിൽ ചൂണ്ടുവിരലും നടുവിരലും നടുവിലേക്ക് ചുരുട്ടി മടക്കിയിട്ട് ബാക്കിയുള്ള ഈ 2 വിരൽ കൊണ്ട് നമുക്ക് നോസിനെ കൺട്രോൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഏതാണ് എളുപ്പം അതുപോലെ ചെയ്തോളൂ. നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ട് റൈറ്റ് നോസ്റ്റിൽ അടച്ചു പിടിക്കാം. ലെഫ്റ്റിലൂടെ ഇൻഹേൽ ചെയ്യൂ പതുക്കെ. ഈ രീതിയിൽ നമുക്ക് വേണ്ടത് ഏറ്റവും സമയമെടുത്തിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലോങ് ബ്രീത്താണ്. ലോങ് ബ്രീത്താണ്, പക്ഷെ വളരെ സാവധാനമാണ് ചെയ്യുന്നത്. ചെയ്തു നോക്കൂ. ഇൻഹേൽ ചെയ്തു ലെഫ്റ്റിലൂടെ, ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക, റൈറ്റിലൂടെ പുറത്ത് വിടാം. റൈറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കാം, ക്ലോസ് ചെയ്തു, ലെഫ്റ്റിലൂടെ പുറത്ത് വിടാം. വീണ്ടും ലെഫ്റ്റിലൂടെ അകത്തേക്ക്, ക്ലോസ് ചെയ്യുക, റൈറ്റിലൂടെ പുറത്തേക്ക്. റൈറ്റിലൂടെ ഉള്ളിലേക്ക് എടുക്കാം, ക്ലോസ് ചെയ്തു, ലെഫ്റ്റിലൂടെ പുറത്ത്. ഈ ഒരു പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. ഏത് ഭാഗത്തൂടെയാണോ ശ്വാസം വിടുന്നത് അതേ ഭാഗത്തൂടെ ഉള്ളിലേക്ക് എടുക്കാം.
നമ്മുടെ ലെഫ്റ്റിലൂടെ ശ്വാസം വിടുമ്പോൾ പതുക്കെ അവസാനിപ്പിക്കാം. റിലാക്സ്. കൈകൾ താഴെ വെച്ചിട്ട് അങ്ങനെ തന്നെ ഇരിക്കാം. ഒരു ദീർഘശ്വാസം എടുത്ത് പുറത്ത് വിടാം. കൈകൾ രണ്ടും ഒന്ന് ചൂടാക്കിയിട്ട് കണ്ണിലേക്ക് വെക്കൂ. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. നമുക്ക് ഈ എല്ലാ സെഷൻ്റെയും ലാസ്റ്റ് പാർട്ടിൽ നമ്മളൊരു റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പോൾ യോഗനിദ്ര വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാനസിക തലത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് യോഗനിദ്ര. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് യോഗനിദ്രയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള സെഷൻസിൽ യോഗനിദ്ര ആവശ്യമാണ് ലാസ്റ്റ് പാർട്ടിൽ. അപ്പോൾ നമ്മൾ ആ സെഷനിൽ ആഡ് ചെയ്യില്ല. പകരം ഈ വീഡിയോ തീരുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ ആ ഒരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് പ്ലേ ചെയ്ത് വെച്ചിട്ട് ആ യോഗനിദ്ര കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കണം കേട്ടോ, എല്ലാ ദിവസവും മറക്കാതെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഡേ കാണാം.